മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഈ സമയം ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടെവിടങ്ങളായി കേൾക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 7-ാമത്തെ വേദവാക്യം വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ട് അവൻ അതിന്മേൽ കയറി ഇരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ദാസനായി ചിത്രീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് മർക്കോസ്. അതോടൊപ്പം യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ കാട്ട് മൃഗങ്ങളോടുകൂടെ മരുഭൂമിയിലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ഏക പുസ്തകം മർക്കോസ് മാത്രമാണ്. മറ്റുള്ള സുവിശേഷങ്ങളിലൊന്നും ആ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും യെരുശലേമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിനോട് അടുത്തുള്ള പട്ടണത്തിലേക്ക് വരുമ്പോൾ ബേത്ഫാഗയ്ക്കടുത്ത് അവിടെ വെച്ച് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും എന്ന് ഓർമ്മപ്പെടുത്തി. അതിനെ അഴിച്ചുകൊണ്ടുവരിക എന്ന ഒരു സന്ദേശമാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തത്. 2 പേർ അതിനായി കടന്നു പോകുകയും ചെയ്തു. ഇതാണ് ചരിത്ര പശ്ചാത്തലം. ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ ചില നാളുകൾക്ക് മുൻപ് ചില ഭാഗം അതിനകത്ത് ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഭാഗമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. യേശു അവരെ പറഞ്ഞയക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഉടമസ്ഥൻ്റെ കീഴിലുള്ള ഈ മൃഗത്തെ അഴിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ എന്തിന് അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അത്രേ നിങ്ങൾ പറയേണ്ടതുള്ളൂ. അങ്ങനെ യേശു പറഞ്ഞതനുസരിച്ച് അവർ കടന്നുപോയി ആ മൃഗത്തെയും അതിൻ്റെ കഴുതക്കുട്ടിയെയും കാണുവാനിടയായി. ചോദിക്കട്ടെ, ദൈവം നമ്മെ ഒരു വിഷയത്തിന്മേൽ പറഞ്ഞയച്ചാൽ നമ്മെ അയക്കുന്നവന് നമ്മെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട്, അതേത് വിഷയത്തിലായിരുന്നാൽ. ഒരു ഉദാഹരണം കൂടെ പറയാം. യേശുവും തൻ്റെ ശിഷ്യന്മാരും പുരുഷാരും ഒക്കെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതും അത്ഭുതവും അടയാളവും
വീര്യപ്രവർത്തികൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു മഹാ അത്ഭുതത്തിന് ശേഷം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു രംഗം നമുക്കറിയാം. അനന്തരമായി ആ അപ്പക്കണ്ണങ്ങൾ ശേഷിച്ച സാഹചര്യത്തിലും അവയെല്ലാം എടുത്തുകൊണ്ട് അക്കരയ്ക്ക് പോക എന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു. എന്നാൽ അവർ പോകുവാൻ അല്പം കൂടെ കാലതാമസം എടുത്തതിനാൽ യേശു വീണ്ടും അവരോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുവീൻ എന്ന് അവരെ നിർബന്ധിക്കുവാനിടയായി. പ്രിയരെ, യേശു നമ്മെ നിർബന്ധിച്ച് എവിടേക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? ആ അയച്ചതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശവും ഉണ്ടാകാം. എന്നാൽ ശിഷ്യന്മാരാകട്ടെ, അവർ അക്കരയ്ക്ക് പടകേറി പോകുമ്പോൾ വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു. എന്നാൽ പടക് കരവിട്ട് അധിക ദൂരം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങൾ ആ പടകിന് നേരെ ആഞ്ഞടിക്കുവാനിടയായി. മറ്റൊരു വിഷയത്തോടനുബന്ധിച്ചാണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അവിടെ അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചു അവർ പരാജിതരായിത്തീർന്നു. ലക്ഷ്യത്തിലെത്തുവാൻ, അക്കരെ ദേശത്തെത്തുവാൻ അവർ കിണഞ്ഞ് ശ്രമിച്ചു എങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിട്ട് പടക് മുങ്ങുമാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്നാൽ ഈ മണിക്കൂറുകളിലൊക്കെ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങളുടെ പടകിൽ വരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും മണിക്കൂറുകളോളം യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അക്ഷരീയമായി. എന്നാൽ നിർബന്ധിച്ച് പറഞ്ഞയച്ച യേശുവിനറിയാം ഇവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഏത് നിലയിലുള്ളതാണെന്ന് യേശുവിനെ നന്നായിട്ടറിയാം. പക്ഷേ കൈവിടാത്ത യേശു അവരെ ആമേൻ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മെ ഒരു സ്ഥാനത്തേക്ക് അയച്ചാൽ ആ അയച്ച വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മെക്കുറിച്ച് കർത്താവിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനനുസരിച്ച് കർത്താവ് എന്ത് ചെയ്തു? അവർ നിലവിളിച്ചതും മണിക്കൂറുകളോളം ആമേൻ സഞ്ചരിച്ചതുമായ കാര്യങ്ങളെല്ലാം കണ്ടെങ്കിലും അവരുടെ സമയത്ത് യേശു ആ പടകിൽ എത്തിയിരുന്നില്ല. രാത്രിയുടെ യാമങ്ങൾ മുഴുവനും യേശു എന്ത് ചെയ്തു? മലമുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ശിഷ്യന്മാർ തണ്ടുവലിച്ച് കുഴയുകയും അവരുടെ കൈകാലുകൾ സ്തംഭിച്ചു പോകുകയും ചെയ്തപ്പോൾ ഇനി അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് സ്വയം ബോധ്യമായപ്പോൾ ഒരു 4-ാം യാമത്തിലേക്ക് പടക് എത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സാഹചര്യത്തിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയ ആ ഒരു സമയമായിരുന്നു. 4-ാം യാമത്തിൽ യേശു അവരുടെ അടുക്കിലേക്ക് വരികയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചെങ്കിൽ ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉത്തരവാദിത്വമോ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇതാ യേശു 2 ശിഷ്യന്മാരെ യെരുശലേമിലെ അടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? കഴുതയെ അഴിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അവർ മടികൂടാതെ ആ ലക്ഷ്യത്തിലെത്തി അവരതിനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അവരോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങളിതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതുപോലെ മറുപടി കൊടുത്തു, യേശുവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കഴുതയെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറയിപ്പിച്ചതുപോലെ എന്നെ കേൾക്കുന്നവരോട് പറയുന്നു, കർത്താവിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, ആവശ്യമുണ്ട്. ആമേൻ. നാം ആരായിരുന്നാലും യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് നിന്നിലൂടെ വലിയൊരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ
യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന കഴുതയുടെ ആ പുറത്തേക്ക് അവർ തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ വിരിച്ചു. എന്നിട്ട് അവർ മാറി നിൽക്കുമ്പോൾ യേശു ആ കഴുതയുടെ മുകളിലേക്ക് കയറി. ആ വാഹന മൃഗത്തിൻ്റെ മുകളിൽ യേശു കയറിയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കണം, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ആമേൻ ഏതൊരു മാധ്യമവും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. ആ കഴുതയിലൂടെ, അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്നതായിട്ടാണ് നാം കണ്ടത്. ദൈവത്തിനൊരു മനുഷ്യനിലൂടെ ഉപയോഗിക്കുവാനും ഇതുപോലെ തന്നെ ആമേൻ കഴിയുമെന്നുള്ളതാണ്. ഒരിക്കൽ ശിംശോൻ എന്ന വ്യക്തി ഫെലിസ്ത്യർക്ക് നേരെ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ കയ്യിൽ ആയുധമില്ല, തൻ്റെ പക്കൽ ഒന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ താൻ ചുറ്റുവട്ടത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ കഴുതയുടെ ഒരു പച്ച താടിയെല്ല് കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഉടനെ കൈ നീട്ടി അതിനെ എടുത്ത് ആമേൻ കുന്ന് 1 കുന്ന് 2 എന്ന് പറഞ്ഞ് ആമേൻ അടിച്ചു കൂട്ടുവാനിടയായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഏത് സമയത്തും കഴിയും. ആമേൻ എന്തിനെ കൊണ്ടും കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് ആയിരങ്ങൾ വരുന്ന ആ ജനതയെ ആമേൻ തകർത്ത് കളഞ്ഞെങ്കിൽ, തല്ലിക്കൊന്നുകളഞ്ഞെങ്കിൽ, പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എത്ര വലുതായിരുന്നു എന്ന് നമുക്കത് തിരിച്ചറിയുവാൻ കഴിയും. ഇവിടെ യേശു വാഹനമൃഗമായ കഴുതയുടെ മുകളിൽ കയറിയിരുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നാം പഠിച്ചാൽ പ്രവാചകന്മാർ സഞ്ചരിച്ച ഒരു വാഹനമായിരുന്നു കഴുത എന്ന് കാണാൻ പറ്റും. ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കഴുതയുടെ പുറത്താണ് ബാലാക്ക് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കൽ താൻ വിളിച്ചതിനനുസരിച്ച് കടന്നു പോകുന്നതായി കാണാം. മറ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ പ്രവാചകന്മാർ സഞ്ചരിച്ച വാഹനമായിരുന്നു കഴുത എന്നത് വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് ഏത് മാധ്യമവും ഉപയോഗിക്കാമെങ്കിൽ നാം പ്രാർത്ഥിച്ചാൽ നമ്മെക്കൊണ്ട് ഏത് മാധ്യമത്തിലൂടെയും ഏത് സാഹചര്യത്തിലൂടെയും ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയും എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. നമ്മുടെ കർത്താവ് വലിയവനും അത്യന്തം സുസ്ഥിരനുമായ ദൈവമാണ്. അപ്പം കഴുതപ്പുറത്ത് യേശു ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത എന്താണ്? ഒന്ന്, ഒരു വലിയ സ്വീകരണം യേശുവിന് ലഭിക്കുകയാണ്. ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നേ നാൾ വരെ ലഭിക്കാത്ത ഒരു മാന്യത അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ക്രിസ്തു എൻ്റെ മേൽ വാഹനമേറിയിരിക്കുന്നു എന്ന് ആ മൃഗം നമ്മോട് സംസാരിക്കുമായിരുന്നെങ്കിൽ അത് നമ്മോട് പറഞ്ഞ് മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഔദ്യോഗിക ആ ബഹുമതി എന്നിലൂടെ ആമേൻ അവിടെ വെളിപ്പെടുകയാണ്. നമ്മൾ കഴുതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് വലിയ മാന്യതയൊന്നും കാണുന്നില്ല, സൗന്ദര്യമൊന്നും കാണുന്നില്ല. പക്ഷേ ആമേൻ വളരെ അധ്വാനിക്കുന്ന, ചുമട് ചുമക്കുന്ന, വിഴുപ്പ് പാണ്ഡങ്ങൾ ചുമക്കുന്ന ഒന്നാണ് കഴുതയെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്. മനുഷ്യ സഹജത്തിലും ആളുകൾ പറയാറുണ്ട്, കഴുതയെപ്പോലെ പണിയെടുക്കുന്ന ആളുകൾ. അതിനെത്ര ക്ഷീണമുണ്ടെങ്കിലും അതറിയിക്കാതെ തൻ്റെ യജമാനു വേണ്ടി എത്രത്തോളം ജോലി
തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ മൃഗം അതിന് ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ പ്രിയരെ, ആരും അംഗീകരിക്കാത്തൊരു മൃഗമാണെങ്കിലും യേശു ആ മൃഗത്തെ അംഗീകരിക്കുക മാത്രമല്ല, അതിൻ്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ ആ മൃഗത്തിനുൾപ്പെടെ വമ്പിച്ച സ്വീകരണം അല്ലെങ്കിൽ മാന്യത അവിടെ ലഭിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും യോഗ്യരാക്കുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ യേശു യാത്ര ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ അവരുടെ പക്കലുള്ള വസ്ത്രങ്ങളൊന്ന് വഴി നീളെ വിരിച്ച് അവരവരുടെ ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം, മാന്യത വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ അടുത്തുള്ള പറമ്പുകളിൽ നിന്ന് കുരുത്തോലകളും ഒലിവിൻ്റെ ചില്ലകളുമൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വഴിനീളെ വിരിച്ച് പാതയോരം വളരെ മനോഹരമാക്കുവാനിടയായി. ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ പോയിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. ഏതു നിലയിൽ പോയാലും ആ മൃഗത്തെ ഉപദ്രവിക്കുവാൻ ആളുകൾ പലപ്പോഴും തയ്യാറായിട്ടുള്ളതും നാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ എന്തായിരുന്നാലും യേശു കയറിയ ഈ മൃഗത്തിന് ഇപ്പോൾ ഒരഭിമാനത്തോടെ തല ഉയർത്തി തന്നെ നടക്കാൻ അതിനവസരമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരോട് ഓർമ്മിപ്പിക്കുന്നത്, ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുൻപിൽ തള്ളപ്പെട്ടൊരു വ്യക്തിയോ കൊള്ളരുതാത്തൊരു വ്യക്തിയോ വേണ്ടത്ര മാന്യതയില്ലാത്ത ഒരു വ്യക്തിയോ ആയിരിക്കാം താങ്കൾ. പക്ഷേ താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യേശുവിനെ ഗുരുവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, ആമേൻ, ഇപ്പോൾ വരെ ഉണ്ടായിരുന്ന യോഗ്യതയിൽ നിന്ന് എത്രയോ 10 മടങ്ങ് നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ ഈ യേശുവിൻ്റെ സാന്നിധ്യം മതിയാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നോക്കുക, ഈ മൃഗം മുൻപോട്ട് സഞ്ചരിക്കും തോറും ജനങ്ങൾ ഹോശന്ന പാടി, ആമേൻ, ഈ മൃഗം ഉൾപ്പെടെ അത് ആരവാരവം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന യേശുവിനെ ഇത്ര സ്വീകാര്യത്തോടെ, ഇത്ര സന്തോഷത്തോടെ വരവേൽക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. യേശുവില്ലാത്ത ഒരു യാത്രയാണ് ഈ കഴുത. അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നിരിക്കട്ടെ, ഈ വിധമായ മാന്യതയൊന്നും ഉണ്ടാകത്തില്ല. ഇനി നേരെ മറിച്ച് തിരിച്ചു നോക്കിക്കേ, യേശുവിനെ യെരുശലേമിൽ വിട്ട് അനന്തരമായി ഇതേ മൃഗം തന്നെ തിരിച്ച് ഇതേ പാതയിലൂടെ മടങ്ങി വന്നാലുള്ള ആ ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ അതിന് പറയുന്ന മാന്യത കിട്ടത്തില്ല. പലരും അതിനെ കല്ലെറിയും, പലരും അതിനെ ആമേൻ വിരട്ടി ഓടിക്കുവാൻ ശ്രമിക്കും. എന്ത്? ആമേൻ, നിനക്ക് ഈ വഴി യോഗ്യമല്ല, ഈ പാത ഇങ്ങനെ മനോഹരമാക്കിയ ഇതിൻ്റെ പുറത്തുകൂടെ നിനക്ക് പോകുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അതിനെ വിരട്ടി ഓടിച്ച് അതിനെ ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ യേശു ഉള്ളിടത്തോളം ആമേൻ നിന്നെ ആരും കല്ലെറിയത്തില്ല. യേശു നിൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം ആരും നിന്നെ വിരട്ടി ഓടിക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം കുഞ്ഞ് നിൻ്റെ മേലുണ്ടെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾക്ക് മാന്യതയുടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. എന്നെ വാക്കങ്ങനെ വിടുകയാണ്. അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് അഭിമാനമാണ്. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എനിക്ക് അഭിമാനമാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ക്രിസ്തു യേശുവാണ് എന്നെ യോഗ്യനാക്കി തീർത്തതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്കും ആമേൻ ഈ മാന്യതയുടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. പണമുണ്ടായിട്ട്
ഞങ്ങൾ ഇതിൻ്റെ മുൻപിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമമാണെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങളുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ പണം ചിലവാക്കുന്നതിൻ്റെ ഏക ഉദ്ദേശമെന്ന് പറയുന്നത്, ഒരാത്മാക്കളെങ്കിലും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരണം എന്നുള്ള ആ വലിയ ആത്മസാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രഘോഷണമായി നിൽക്കുന്നത്. അതുകൊണ്ട് ആരും ചിന്തിക്കേണ്ട, ഇത് ഞങ്ങൾ പണമുണ്ടായിട്ട് ആമേൻ ഇത് ചെയ്യുന്നതായി നിങ്ങൾ കരുതണ്ട. ഹല്ലേലൂയ. ദൈവം ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ആമേൻ ഈ ദൈവവേലയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായി തീരുമെന്നുള്ളതിനെ ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആമേൻ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷേ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഇന്നല്ല നാളെയെങ്കിൽ പോലും ആമേൻ ദൈവരാജ്യത്തിനു വേണ്ടി ആമേൻ പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് ആമേൻ മനസ്സ് തോന്നിപ്പിക്കുമ്പോൾ, ആമേൻ മനസ്സൊരുക്കം വരുമ്പോൾ ദൈവനാമത്തിനു വേണ്ടി പോലും ചിലവിടുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നിരിക്കും. അതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. ആമേൻ. പക്ഷേ പലരുടെയും ആമേൻ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പല ആളുകളും ആമേൻ ചിന്തിക്കാറുണ്ട്, ഇത്ര പണം ചിലവാക്കി ഇത് നടത്തുമ്പോൾ ഞങ്ങളെ സഹായിച്ചാൽ എന്താണ്? ഞങ്ങൾക്കല്പം പണം തന്ന് സഹായിച്ചാൽ സഹകരിച്ചാൽ എന്താണ്? ഞങ്ങൾ നിർധനരാണ്, ഞങ്ങൾ ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്നവരാണ്. അങ്ങനെ പലരും പല പ്രതീക്ഷകളോട് ഈ ദൈവവചനം കേൾക്കുന്നവരുണ്ട്. പ്രിയരെ, ആ നിലയിൽ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ആ നിലയിൽ ഞങ്ങളുടെ കരങ്ങളിൽ പണം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ത്യാഗത്തോടുകൂടെ തന്നെയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ മേൽ വന്നാൽ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിങ്ങളെ യോഗ്യരാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ആ വാഹനം മൃഗത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ വലിയ സ്വീകരണമുണ്ടായി. ആ സ്വീകരണത്തോടെ യെരുശലേമിലേക്ക് പോകുകയാണുണ്ടായത്. ഇതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് അദ്ദേഹം ചെയ്തത്, ആദ്യം നേരിട്ട് ചെന്നെങ്കിലും കാണുവാൻ കഴിഞ്ഞില്ല. അനന്തരമായി അദ്ദേഹം ചെയ്തത്, കാട്ടത്തിയുടെ മുകളിൽ കയറി അദ്ദേഹം യേശുവിനെ കാണുവാനിടയായി. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1-2 വേദവാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന് പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. യേശു വാഹനത്തിൻ്റെ മുകളിൽ കയറി, അതായത് കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിച്ചെങ്കിൽ സഖായി ചെയ്തത് എന്താണ്? ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന് താഴേക്ക് നോക്കുകയാണ് യേശുവിനെ കാണുവാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിൻ്റെ സാന്നിധ്യമോ യേശുവിനെ കാണുകയോ ചെയ്യാത്ത ആരെങ്കിലുമാണ് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് എങ്ങനെ യേശുവിനെ കാണാം? വിശ്വാസത്താൽ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ആര് പറയുമോ, ആര് പ്രാർത്ഥിക്കുമോ മനസ്സുകൊണ്ട്, അവരുടെ ഉള്ളിലേക്ക് ഈ യേശു കടന്നു വരിക തന്നെ ചെയ്യും. എന്നാൽ സക്കായിയെ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ആ വഴിത്താരയിലൂടെ വരുന്ന യേശു, അതായത് ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നില്ല, കൂടുതലായിട്ട് ഓർമ്മിപ്പിക്കുന്നില്ല. സക്കായിയായ ആളിൽ നീളം കുറവുള്ള ഒരുവനാണ് ഈ സക്കായി. പക്ഷേ സമൂഹത്തിൽ അദ്ദേഹം നടുന്തൂണാണ് എന്ന് പറഞ്ഞാൽ ധനവാനാണ്, ഏറ്റവും ഉന്നതനാണ്. സമൂഹത്തിൽ ഉന്നതനെങ്കിലും അദ്ദേഹത്തിൻ്റെ വളർച്ച ചെറുതാണ്, കുറുകിയവനായതുകൊണ്ട് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മുൻ നടക്കുന്ന ആളുകളാണ്. ആ മുൻ നടക്കുന്നവർ നിമിത്തമായി
സക്കായിക്ക് യേശുവിനെ കാണുവാൻ കഴിയാതെ വന്നപ്പോഴാണ് അവൻ മുൻപോട്ട് ഓടിയിട്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന് താഴേക്ക് നോക്കുക. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അദ്ദേഹം നോക്കിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ കാണുവാൻ വാഞ്ചയോടെ ആരെങ്കിലും കാത്തിരിക്കുന്നുവെങ്കിൽ കുഞ്ഞെ, നിന്റെ അടുക്കൽ യേശു ഇപ്പോൾ തന്നെ കടന്നു വരും. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ആ യേശുവിനെ കൊണ്ട് കഴിയുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ് എത്രയും വേഗത്തിൽ. അപ്പോൾ യേശു ഒന്ന് കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്തു. സക്കായി അത്തിമരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. മൂന്നാമതായി മറ്റൊരു വാക്കൂടെ പറഞ്ഞ് മെലീത്ത എന്ന ദ്വീപിൽ ആമേൻ ഒരു പറ്റം ആളുകൾ ഒരു കപ്പൽ തകർന്നതോട് കൂടി ആമേൻ പൗലോസ് ഉൾപ്പെടെ സഞ്ചരിച്ച ഒരു കപ്പൽ തകർന്ന് ആമേൻ തിരമാല അടിച്ച അമരം തകർന്നു പോയത് നിമിത്തമായി ആമേൻ നീന്തി രക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് മെലിത്ത ദ്വീപ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ആ മെലിത്ത ദ്വീപിലേക്ക് രക്ഷപ്പെട്ട ആളുകളുടെ പ്രത്യേകത, നീന്തി കരകയറ്റുവാൻ കഴിയുന്നവരെല്ലാം ആമേൻ നീന്തി കര പറ്റട്ടെ എന്ന് ആദ്യം പറയുകയും രണ്ടാമത് നീന്തൽ അറിയാൻ കഴിയാത്ത ആളുകളോട് പറയുകയാണ്, നിങ്ങൾ കപ്പലിൻ്റെ പലകകളിലും കപ്പലിൻ്റെ കണ്ണങ്ങളിലും ആമേൻ അതിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ കരയിലെത്തുവീനെന്ന് ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീർന്നു. പ്രിയരെ, എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്നാൽ മെലിത്ത ദ്വീപിൽ അവർ കടന്നു ചെന്നു. ആദ്യം സ്വീകരണം ധാരാളമായി ലഭിച്ചുവെങ്കിലും പിന്നത്തേതിൽ ആമേൻ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ അവിടെ അവർ ഏറ്റുവാങ്ങിയെങ്കിലും എന്നാൽ പിന്നത്തേതിൽ അവരൊരു ദേവൻ എന്ന നിലയിൽ തന്നെ പൗലോസിനെ, അവരുടെ കൂടെയുള്ള ആളുകളെ പൗലോസിനെ പ്രത്യേകിച്ച് കാണുവാനിടയായി തീർന്നു. ഞങ്ങളിതാ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി പറയുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വിടുതൽ തരാൻ പോകുക. പാപത്തിൻ്റെ ഭാരമേറി, രോഗത്തിൻ്റെ ഭാരമേറി ആമേൻ വിവിധ പ്രശ്നങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയരെ, കർത്താവേ, ഇന്ന് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുക്കരം ദാനിയേലിനെ തൊട്ടതുപോലെ ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആമേൻ ദൈവം ചിലരെ തൊടുകയാണ്, നിങ്ങളെ തൊടുകയാണ്. ആമേൻ ഒരു വ്യക്തി പോലും ദൈവസനി മറഞ്ഞിരിക്കുന്നില്ല. ആമേൻ ഈ ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ആരും മറഞ്ഞിരിക്കുകയല്ല. ദൈവ ശബ്ദം നിങ്ങളെ തൊടുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കേൾക്കുകയാ. ആമേൻ യേശു വിടുവിക്കുന്ന ദൈവം. യേശുവിന് ഏതു മാധ്യമം തിരഞ്ഞെടുത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുത്തിയതുപോലെ കർത്താവേ, ഈ കുടുംബങ്ങളുടെ തകർച്ച മാറട്ടെ, ഇവിടെ ക്ഷീണങ്ങൾ മാറട്ടെ, ഇവിടെ പ്രതികൂലങ്ങൾ മാറട്ടെ, വസ്തുവിന്റെ വിൽപ്പനകൾ നടക്കട്ടെ കർത്താവേ, തലമുറകളുടെ പ്രതിസന്ധികൾ മാറട്ടെ, അവിടെ ജോലി സംബന്ധമായ വിസകൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പണിംഗ് ആകട്ടെ, അവരെ ആമേ വിദേശ മേഖലകളിലേക്ക് അയക്കട്ടെ, അടുത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് അയക്കട്ടെ കർത്താവേ. ദൈവം ഉദ്ദേശിക്കുന്ന മാന്യതയുടെ മേഖലകളിലേക്ക് അവർ കിരിപ്പിടത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആര് അതിന് തടസ്സം സൃഷ്ടിച്ചോ ആ തടസ്സമായി നിൽക്കുന്നതിന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവപ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അനാവശ്യമായ കേസുകൾ പിൻവലിക്കപ്പെടട്ടെ, അനാവശ്യമായ ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ, പരിഹാസങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇന്നു മുതൽ കർത്താവിൽ പ്രസിദ്ധരായി മാറട്ടെ. ഇന്നു മുതൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെയൊക്കെ വിടുവിച്ച ദൈവം നീ പ്രിയപ്പെട്ടവരെയും സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമായിരിക്കും യേശുവിൻ നാമത്തിൽ കേൾക്കും ജീവനുള്ള പിതാവേ. ആമേൻ, ആമേൻ,
ആമേൻ. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു. കർത്താവിൽ പ്രശസ്ത ദൈവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കുത്തത്തം തന്നിട്ടുള്ളവനാണ്. ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ. വരിക, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും 8508789010. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.